ടു പാക്ക് അറിയോ? ടു പാക്ക് ഷാക്കൂർ. മോനെ ഇന്നത്തെ ഭാഗ്യ ഒരു ടിക്കറ്റ് എടുക്കട്ടെ. ഇതാ കഴിച്ചു. ടു പാക്ക് ഷാക്കൂർ ഭയങ്കര കലാകാരനായിരുന്നു, പക്ഷെ വെടിവെച്ചു എന്നാണ്. ഞാനുടെ വലിയൊരു ഫാനാണ്. എങ്ങനെയുണ്ട്? സ്കൂൾ കിഡ്സ്. പിടിച്ചേ, ഇപ്പൊ ശരിയായി തരാം. എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? വെറുതെ ചൊറയാക്കാണ്ട് സ്കൂളിൽ പോടാ. ചോറുണ്ടാക്കി ഈ സ്കൂളിൽ വിടൂലേ? ഷെടാ, ഈ ഭയങ്കര മാസാണല്ലോടാ. അതിന് ഈ മേത്ത് പറഞ്ഞ എന്തിനാടാ? എന്തേ മേത്തോട്ടാണ് കിക്കളിയാവോ? ഇതെന്തോടെ അസംബ്ലിയാ? സുരേന്ദ്രൻ സാറേ, നാളെ ലീവാ. ഈ കൊടലോട്ടുള്ള ഫയലും ചെക്ക് ചെയ്തേക്കണേ. അത് നിങ്ങളാ CI സാറിന്റെ ടേബിളിൽ വെച്ചാൽ മതി. അലക്സ് വന്ന് കൊണ്ടുപോയിക്കോളൂ. എന്നാ പിന്നെ അവിടെ കൊടുത്തേക്കാം. സാറേ, ആ സ്കൂൾ പിള്ളേരതല്ലേ കേസേ? ആ, വീട്ടിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. പിള്ളേര് മൈനറാ. ഓ, കേസ് രജിസ്റ്റർ ചെയ്യാം, അല്ലേ പിന്നെ നമുക്ക് പണിയാവും. തന്ത എന്നുള്ളക്ക് വന്നപ്പോൾ അവർ പറയുന്നത് കേസും മുക്കാറൊന്നും വേണ്ടത്. നമ്മളെന്തിരി ചെയ്യാൻ സാറേ? എന്നാ പിന്നെ പേര് അഡ്രസ് എഴുതി വെച്ചിട്ട് പരാതി ഇല്ലെന്ന് എഴുതി വാങ്ങിച്ചു വിട്ടേര്. ശരി. എന്തോടെ നിന്റെ പേര്? ധീരജ്. അച്ഛൻ്റെ പേര്? പങ്കജ് മേനോൻ. പങ്കജ് മേനോൻ. നോട്ട് ചെയ്തേക്ക്. അജീഷ്. നിനക്ക് തന്തയില്ലേ? ഉണ്ട്. തങ്കപ്പൻ. അജീഷ് തങ്കപ്പൻ എന്ന് പറയടേ. അജീഷ് തങ്കപ്പൻ. നിന്റെ തന്തയ്ക്ക് എന്തൊരു ജോലി? മണല് വരല. മണല് വാരല്. വല്ല വഞ്ചിന്ന് മുങ്ങാൻ കോഴിയിട്ട് വല്ല കള്ളമണലും മരി കക്കയും മരി ജീവിച്ചാ പോരെ? നിനക്ക് സ്കൂളിൽ പോകുന്ന എന്തോത്തിനാടാ? തല ഉണ്ടാക്കാനാ? സാറേ, ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ഓനാ വെറുതെ ഞങ്ങളുടെ മെക്കെട്ട് കയറിയത്. ലവന്മാര് കയറുന്ന കണ്ണന്തിരി കാണിച്ച നീ കയറി തല്ലോടെ പൈരാളെ. സാറേ, അവനോട് ഒരു പെണ്ണുണ്ടായിരുന്നു. ഓരോ രണ്ടുപേരും കൂടി എന്തോ ചെയ്തപ്പോ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാ തല്ലാൻ വന്നത്. ആ സാറേ, ഞങ്ങളവിടെ വേറെ പരിപാടിയാണ്. നീ ഇങ്ങോട്ട് പുറത്തേക്ക് പോടാ, നിനക്കുള്ള നെയ്പ്പത്തിനും തരുന്നുണ്ട്. എന്തിനടുന്ന് ചേരണത്? പിന്നെ എന്തിനടുന്ന് തിളക്കണ നീ? അമ്മര് പറഞ്ഞ ഉള്ളാണോ അല്ലേന്ന് നോക്കല്ലേ ഞങ്ങളോടുള്ളത്. അടങ്ങ്. എന്റെ പേരും തോന്നുന്നു ആസിഫ്. എന്തിന്? ആസിഫ് ബീരാൻ. അപ്പൊ വെറുതെ അല്ല കിടന്ന് പൊട്ടിത്തെറിക്കണത്. കയ്യില് ബൊമ്മ കൊണ്ടുതന്നെ നടപ്പ്. അതെന്താണ് സാർ അങ്ങനെ ഒരു ചോദ്യം? പിന്നെ ആസിഫ് ബീരാൻ അണ്ണനോട് പിന്നെ എങ്ങനെ ചോദിക്കണം? ഓ, അപ്പൊ സാറിന് എൻ്റെ പേരാണല്ലേ പ്രശ്നം? നിന്റെ പേരും പ്രശ്നം, വേറെ പലതും പ്രശ്നം. മര്യാദക്ക് നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ മുക്കാല് പിഴിഞ്ഞ അരയാക്കും. കൊടപ്പന്നി. എന്താണോ കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. കാര്യങ്ങളൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നു. മേലാൽ ഈ ഏരിയയിൽ എങ്ങനെ കണ്ടു കഴിഞ്ഞാ ഓക്കോ? പിള്ളേർ ഐഡിയൊക്കെ വാങ്ങിയല്ലോ അല്ലേ? ഓക്കെ. പോടെ പോടെ. അണ്ണനായിട്ടൊരു പ്രശ്നത്തിന് നിൽക്കരുത്, അറിയാലോ. ആസിഫ് ബീരാൻ അണ്ണനോട് പിന്നെ എങ്ങനെ ചോദിക്കണം? നിന്റെ പേരും പ്രശ്നം, വേറെ പലതും പ്രശ്നം. മര്യാദക്ക് നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ മുക്കാല് പിഴിഞ്ഞ അരയാക്കും. അതെ, അവരുടെ തന്തമാര് കേസാക്കണ്ടാന്ന് പറഞ്ഞത് നിന്റെ ഭാഗ്യം. എനിക്ക് വേണ്ടിയാ ആസിഫ് ചോദിക്കാൻ പോയത്. എടാ, നിനക്കിപ്പോ എന്താ വേണ്ടേ? അവന്മാർ തരണോ? ഇപ്പൊ ഇറങ്ങിക്കോണം. അവന്മാരുടെയൊക്കെ പോരെ കയറി നമ്മൾ തല്ലും. ഇയാളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എഴുന്നേറ്റ് അടക്കാൻ ചെയ്യല്ലേ അയാൾക്ക്? ഓരോരുത്തർ പ്രശ്നം പറഞ്ഞു തീർക്കാൻ നോക്കുമ്പോഴാ അയാൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. അത് ഞാൻ ചെയ്യും. പണി കൊടുക്കണ്ട അയക്കാം.
ആ പോലീസുകാരന്. പോലീസുകാരനോ? അയാൾക്ക് എന്താ നിന്നോട് പ്രശ്നം? അയാൾക്ക് എൻ്റെ പേര് തന്നെ പ്രശ്നം അച്ഛാ. എടാ, ഇതിനൊക്കെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവൻ ഓരോന്നോടെ സ്റ്റേഷനോട്ട് എടുപ്പിക്കേണ്ടി വരും. ഓയ് മോഡൻ ആട്ടോ കയ്യില്. 1 million ആയാലോ? എന്തായാലും സംഭവം കിടുക്കി. ഇപ്പഴാ ഞാൻ ഈ കാശ് മുടക്കി സ്റ്റുഡിയോ തുടങ്ങിയൊരു എന്താ പറയണ്ടേ, ഒരു ഇതുണ്ടായത്. എന്നാലേ മൊത്തത്തിലൊന്ന് കളറാക്കാനും. എന്ത്? അല്ല, അവളുടെ പോഷനെ കുറച്ച് കുറഞ്ഞു പോയെന്ന് സംശയം. അയ്യോടാ. മോനെ അസി, ലോകത്തൊരു കാമുകനും തന്റെ കാമുകിയുടെ വിഷ്വൽസ് പൂർണ്ണ സംതൃപ്തി നൽകിയിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? നമ്മളെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു ഫ്രെയിം ഉണ്ട്. അതിന്റെ ഭംഗിയും പെർഫെക്ഷൻ തരാൻ ലോകത്തൊരു ക്യാമറയ്ക്കും ഒരു ടെക്നോളജിക്കും കഴിയില്ല. നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ ഇനി വൈകരുത്. അവളുടെ മുഖത്ത് നോക്കി പറയണം, തുറന്നു പറയണം. പറഞ്ഞറിയിച്ച ബന്ധങ്ങളെക്കാൾ എത്രയോ ഇരട്ടിയാണ് പറയാതെയും അറിയാതെയും നഷ്ടപ്പെട്ട പ്രണയങ്ങള്. ഹായ്, ഏതാ സാധനം? എടാ, മനസ്സിൽ പ്രണയം ഉണ്ടെങ്കിലേ ഒരു ലഹരിയും വരില്ല അതിനുള്ള പേരുള്ളതായിട്ട്. ബാക്കിയൊക്കെ ആ പ്രണയത്തിന്റെ ലഹരി മറക്കാൻ നമ്മള് കൂടെ കൂട്ടുന്ന ലഹരികളാ. നിങ്ങൾ പൊക്കോ, ഞാൻ വരാം. എന്തായി പുതിയ പാട്ട്? അത് ഞാൻ ഈ റാപ്പ് സ്റ്റൈലിനൊക്കെ വിട്ടിട്ട് എൻ്റെതായ ഒരു ഫീൽ ചെയ്ത സാധനം ട്രൈ ചെയ്തതാണ്. അവിടെ സ്റ്റുഡിയോ എല്ലാവരും ഉണ്ട്, നമുക്ക് അവിടെ പോയി കേട്ടാലോ? ഇല്ലടോ, നാളെ തൊട്ട് 20 ദിവസം സ്റ്റഡി ലീവ് അല്ലേ. ഓ, ചെന്നിട്ട് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. ആ എന്നാ പിന്നെ വീട് വരെ നമുക്ക് എൻ്റെ വണ്ടി പോയാലോ? എന്തിന്? അല്ല അല്ല അമ്മച്ചി അങ്കിളും ഇപ്പൊ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടാവും. ഒച്ച മോളാ, അതുകൊണ്ട് ഇത്തിരി സീനാ. ഓ, എൻ്റെ വീടും ചുറ്റുപാടും താൻ വിചാരിക്കുന്ന പോലെയല്ല. പിന്നെ അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അപ്പോ തൻ്റെ സന്തോഷമല്ലേ അവരുടെ സന്തോഷം? അല്ല, അവരുടെ സന്തോഷം എൻ്റെ സന്തോഷം. സമയം പോയി, ഞാൻ പൊക്കോട്ടെ. ഇനി എക്സാമിന് വരുമ്പോ കാണാം. ശരി. ഇത് ബീറ്റ് സിംഗ് അല്ലല്ലോ. എടാ, ബീറ്റ് കുറച്ചുകൂടെ കേരള. ഇതാണോ ഫൈനലോട്ട്? ഇതാണോ ഉണ്ടാക്കിയതാ? ഇങ്ങനെയാണോ ഉണ്ടാക്കി വെക്കുന്നത്? ഇല്ലാണ്ടാക്കല്ലേ, ഞാൻ രാത്രി മൊത്തം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഞാൻ ഈ മുടിയോട് പറഞ്ഞതാ. എടാ, അവൻ കറക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതിന് മോളിക്ക് നീ എന്തിനാ ഉണ്ടാക്കുന്നത്? ഇന്നാ മുണുങ്ങ. ഇതെന്താടാ, നമ്മുടെ റാപ്പ് ഹിറ്റായ വേണം. ആ ട്രീറ്റ് വേറെ, ഇതിത്തിരി സ്പെഷ്യലാണ്. കാര്യം പറഞ്ഞ നമ്മുടെ മറിയല്ലേ, ഓള് എന്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിന്. ഇവനോളെ ഇഷ്ടമായിരുന്നു ഇവൻ പറയുന്നു. പറയുന്നല്ല, ഇഷ്ടമായിരുന്നു. എന്റെ ഇഷ്ടം സത്യമായിട്ടല്ലേ പടച്ചോളെ വീണ്ടും എന്റെ മുമ്പിൽ കൊണ്ട് തന്നത്. ഈ മരിയ മൊത്തത്തിലൊരു മറിമായാണല്ലോ. അപ്പൊ അച്ഛനും മക്കളൊക്കെ തൽക്കാലം ഇവിടെ അടിച്ചോണ്ടിരിക്കും. ആഫ്റ്റർ എ ലോങ് ടൈം അയ്യോ, ഇതെന്താ പഠിക്കുന്നത്? ഇത് ഞങ്ങളുടെ പ്രണയത്തിന്റെ ആദ്യത്തെ ഓർമ്മയാ. ഓക്കെ, അവസാനത്താവാതിരിക്കട്ടെ. ഇയാൾ ഇവിടുത്തെ ഒന്നുമില്ല മോനെ. ഓക്കെ, ബൈ. ഹായ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ആയിരുന്നു. ഓക്കെ. അസി എന്താ കാണാൻ വന്നേ? ഈ വൈപ്പ് അത്ര ശരിയാവില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാലോ?
എവിടെ? അല്ല താൻ കയറ്. വാ വാ. എടോ, താനൊന്ന് പള്ളിയിൽ വന്നത് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടോ. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നത്? അന്ന് പള്ളി കഴിഞ്ഞ് ഞങ്ങളുടെ ഫാമിലി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അതിനേക്കാൾ വലിയ സർപ്രൈസ്. ഫാമിലി മീറ്റിംഗ് എന്നും പറഞ്ഞ് എൻ്റെ കല്യാണം ഉറപ്പിക്കലായിരുന്നല്ലോ. എന്നോടാരൊന്നും പറഞ്ഞില്ലായിരുന്നു. ഞാനാകെ വല്ലാതായി പോയി. എന്റെ കല്യാണ പർച്ചേസ് റെഡി കഴിഞ്ഞാ? കാര്യമായിട്ടാടോ. പിന്നെ ഇത് സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. മുമ്പ് 1-2 പ്രാവശ്യം വീട്ടുകാർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൻ്റെ പഠിപ്പ് കഴിയട്ടെന്നാ അന്ന് അവർ പറഞ്ഞത്. ചെക്കൻ അമേരിക്കയിലാ. അപ്പച്ചൻ്റെ കൂടെ സെമിനാരിയിലുണ്ടായിരുന്ന ഫാദറിന്റെ മകനാ. അവർ ഫാമിലി ആയിട്ട് അടുത്ത മാസം വരുന്നുണ്ട്. അപ്പൊ മനസ്യൂതിയും മിന്നുകെട്ടും ഒന്നിച്ചു നടത്താനാ അവരുടെ പരിപാടി. ആസിഫിനോടാട്ടോ ഞാനിത് ആദ്യമായിട്ട് പറയുന്നത്. ആസിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. തനിക്കറിയാം, എനിക്കും അറിയാം. പിന്നെ നാളെ നമ്മളെ മ്യൂസിക് വീഡിയോ ഇറങ്ങും. കണ്ടിട്ട് അഭിപ്രായം പറയും. പെട്ടെന്ന് കണ്ടിട്ട് സർപ്രൈസ് ആയി പോകണ്ടല്ല. ഇടനെഞ്ചാകെ ഒന്നാകെ നിന്നാലെ വല്ലാതുലഞ്ഞ നാളുള്ളാലെ ചൊല്ലി ഞാൻ വിധി എന്നാലും എന്താവുമെന്നോർത്തുവോ. തിരയോളങ്ങളുള്ളാലെ തീരത്തെ സ്നേഹിച്ചിരുന്നോ എന്നാളും അവരെന്നാലും ഒന്നായി മാറിയിടുമോ. എന്താടാ, എന്താ പറ്റിയേ? ഏയ് എടാ കാര്യം പറയടാ. അത് നടക്കില്ല ചായ. നടക്കില്ലേ? അവളുടെ കല്യാണം ഉറപ്പിച്ചേക്കണ്. അപ്പൊ തേപ്പാണല്ലേ? തേപ്പ് ഉറപ്പല്ലടാ. പിന്നെ പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനല്ലേ വെറുതെ വരെ നാശിച്ചു പോയി. തീരമായ നേരം തീരങ്ങൾ ഓളങ്ങൾ തേടുന്നു മോഹം. അലകളിൽ 100,000 പാതിരാവു തനിച്ചിരുന്നാലും. അത് നീയാണെങ്കിൽ പലവൊരു പലവരി ഇതുവഴി പറയാനുണ്ടെങ്കിൽ. വേണ്ട ആസി, ഇതെന്താ ഇതുവരെ പുതിയ ശീലം? കുടിക്കണോ ചായ? വേണ്ട. എന്തിനാ സങ്കടം മാറ്റാനാണോ? എല്ലാവരും സങ്കടം മാറ്റാനാ കൂടി തുടങ്ങുന്നത്. 3-4 വെക്ക് കഴിച്ച് കഴിയുമ്പോഴേ സങ്കടം അങ്ങ് മാറും. അവസാനം അടിച്ചതിനെ കേട്ട് പോകുമ്പോൾ പിന്നെ ആ സങ്കടം അവിടെ കിടക്കും. പിന്നെയും കുടിക്കും. അങ്ങനെ അടിച്ച് കുടിയാനാണ്ടോടത്തിന് അല്ല നീ. നിനക്ക് സങ്കടം ഉണ്ട ഒരു കാര്യം ചെയ്യും, കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറി നിൽക്കും. അല്ലെങ്കിൽ നിന്റെ വീട്ടിലോട്ടല്ലേ അവിടെ ചെന്ന് നിന്റെ ഉപ്പയും ഉമ്മയായിട്ടൊക്കെ കൂടി അവരുടെ സ്നേഹത്തിനും സന്തോഷത്തിനും കഴിയുമ്പോഴേ ഇതൊക്കെ അങ്ങ് മാറും. ഈ സങ്കടമൊക്കെ അങ്ങ് മറക്കും. ഇപ്പം തന്നെ അങ്ങ് പോകാൻ നോക്കേ. എടാ വച്ചേ, ഇവരെ കൊണ്ട് ബസ് സ്റ്റാൻഡിൽ വിടാം. പോയിട്ട് വാ, ഞാൻ വിളിച്ചോളാം. വാടാ. പൊന്നച്ചായ, നിങ്ങളെപ്പോലെ ഇത്ര അറിവ് ജീവിതാനുഭവം ഉള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ഞാൻ അവനോട് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. പിന്നെ മണി 11 കഴിഞ്ഞു. ലോകത്തുള്ള വാറ് മുഴുവൻ അടച്ചു കാണും. പോരാത്തിന് നാളെ 1-ാം തീയതി. ഇതിനകത്ത് ആപ്പാടെ ഉള്ളതാണെന്ന് 4 വെക്കും. ഇത് അവൻ അടിച്ചിട്ട് പോയാലേ നാളെ രാവിലെ എന്റെ പറയില്ല, മറ്റേ ഞാൻ എടുക്കും. എന്റെ അച്ചായ. അച്ചായ